ഗൈസ്, എൻ്റെ ലൈഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഫോർഡ് ഫിഗോൻ്റെ ഹെഡിൻ്റെ കവർ ഊരുന്ന വീഡിയോ കേട്ടോ. അത് വാൾക്കാർ ഭാഗങ്ങളായിട്ട് ഊരുന്ന വീഡിയോ ആണ്. കാരണം വെച്ചാൽ ഇത് ഊരി വെച്ചിട്ട് ഊരി കഴിഞ്ഞിട്ട് ഞാൻ റീസെറ്റ് ചെയ്ത് കണ്ടെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ വെച്ചതാണ്. അത് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഊരിയാണ്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഒരു എയർ ഫിൽറ്റർ ഉണ്ടാവും. എയർ ഫിൽറ്റർ ഊരി വെച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ടർബോൻ്റെ ഈ ഭാഗം ഇളക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വാൾക്കവറിൻ്റെ മുകളിൽ ഈ ജാർമക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അതായത് ഈ ജാറിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബോൾട്ട് ഉണ്ട്. അതിൽ ഒരു ബോൾട്ട് ഉരുക്കാണ്ട് റൊട്ടേറ്റ് ചെയ്തത് കിട്ടും. കാരണം ഇത് 2 ബോൾട്ട് ഇതിൽ ഈ ബോൾട്ട് ഇങ്ങനെ ഒരു ബോൾട്ടും വരും. ഓപ്പോസിറ്റ് ഉള്ളിൽ കൂടെ ഒരു ബോൾട്ട് വരും. ഊരാനുള്ള ബുദ്ധിമുട്ടാവും വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് വലിച്ച ശേഷം ഒത്തിളക്കി ഇറക്കുക കേട്ടോ. ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം വലിച്ച ശേഷം ഇത് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഈ പൈപ്പ് മാറ്റിയിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരെടുക്കാൻ കഴിയും. അതായത് ഇവിടെ ഒരു കുളത്തൊരു ആംഗിൾ ടൈപ്പ് കുളത്താണ് വരിക ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഊരാൻ ഇങ്ങനെ ഊരെടുക്കാൻ കഴിയും. അതായത് ബുദ്ധിമുട്ട് ഇതിനുള്ളിൽ ഊരണ്ടാന്നുള്ള കേസ് കേട്ടോ. ഇതിങ്ങനെ ഊരെടുക്കുക. അതുപോലെ വാൾ കവർ ഉണ്ടല്ലോ, വാൾ കവർ ഞാനിപ്പോൾ ഊരി വെച്ചാട്ടോ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് ഇവിടെ കുറച്ച് ബോൾട്ടുകളുണ്ടാവും. 8, 10 ആ കാറ്റഗറി ബോൾട്ടുകൾ 10, 8 ഉണ്ടാവും. കാരണം ഇത് രണ്ടാമത് റീസെറ്റ് ചെയ്ത് പോലെ മാറ്റിയിട്ടാണ്. അപ്പോൾ ഈ ബോൾട്ടുകളൊക്കെ ബോൾട്ട് ഊരുക. അതുപോലെ ഈ ജാറിൻ്റെ ഇവിടെ ആയിട്ട് 10ൻ്റെ 2 ബോൾട്ട് വരും. അത് ഊരുക. അത് സ്റ്റാറാണ് ഇപ്പോൾ ബോൾട്ട് ഇതിലാക്കി കേട്ടത്. ആ ഭാഗം ഊരി കഴിഞ്ഞാൽ ഇത് ഊരിയിട്ട് ഈ ഡീസൽ ഇത് കാണിച്ചു. ഈ ഡീസൽ ഫിൽറ്റർ ഇത് ഡീസൽ ഫിൽറ്റർ ആക്കി വിട്ടുന്നത്. ഈ ഡീസൽ ഫിൽറ്റർ ഊരിക്കാണ്ട് മാറ്റി വെച്ചിട്ട് ഇത് പൊക്കുക കേട്ടോ. പൊക്കുമ്പോൾ നോക്കണമെന്ന് വെച്ചാൽ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ മുകളിൽ കൂടെ തന്നെ ഈ ഡീസലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ കണ്ടോ, ഇതാണ് ഇലക്ട്രിക് മാനിഫോൾഡിൻ്റെ 4 ഹോളെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലാണ് പാക്കിങ് വരിക. അത് കേട്ടോ പാക്കിങ്. ഇത് ഊരി വെച്ചിട്ട് രണ്ടാമത് വെച്ചപ്പോൾ ക്ലീൻ ആക്കി കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഗമ്മിട്ടാണ്ട് ഇവിടെ ഗമ്മിടുക. അതുപോലെ ഇവിടെ ഗമ്മ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ടൈറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഗമ്മിട്ടാണ്ട് ഫിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ഫിറ്റ് ചെയ്യാൻ വെച്ചത് ഫുള്ള് ബോണ്ട് ടച്ച് ഉണ്ട് കേട്ടോ. അതാ ബോണ്ട് ടച്ച് സെറ്റ് ആയിരിക്കുന്നത്. ഇവിടെ എന്താ വെച്ചാൽ ചെറിയ ലൂസ് ഉണ്ടാവുകൊണ്ട് ബോണ്ട് ഇട്ടാട്ടോ. ബോണ്ടൊന്നും നിർബന്ധമില്ല. അതുപോലെ ഈ ഡീസൽ ഫിൽറ്ററിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിൻ്റെ കയറ്റം കേട്ടോ. അപ്പോൾ അധികം കയറ്റുമ്പോൾ ടച്ച് ആവുന്നുണ്ട് അവിടെ ഇവിടെ കയറ്റം. കാരണം അത്രയും ഗ്യാപ്പില്ലാത്ത സ്പേസ് ഇല്ല അതിന്. ഇങ്ങനെ സെറ്റാക്കി കേട്ടോ. വെച്ചിട്ട് ബോൾട്ട് കൊടുക്കുക. ഇതിൻ്റെ കവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. ഇത് കണ്ടോ, ഇത് ടർബോന് നേരെ ഈ ജാറിൻ്റെ കണക്ഷനിൽ ഹെഡിൻ്റെ ടോപ്പിലേക്ക് വരുന്ന കണക്ഷൻ ആട്ടത്. ഇതിനെന്താ വെച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. 2 ബോൾട്ട് വരുന്നുണ്ട്. ഒരു ബോൾട്ടോടെ ഫിക്സഡ് ആക്കാം. അത് ഊരെടുക്കാം. പക്ഷേ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഊരിയാൽ മതി. ഇതെല്ലാവർക്കും ഒരു സംശയമുള്ള കേസ് കേട്ടോ. അത് കുറേ ഞാനും അതിൻ്റെ മുമ്പ് നോക്കിയിരുന്നു. അപ്പോൾ അടിയിൽ കൂടെ കഴിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. പിന്നെയാണ് എനിക്ക് ഈ റൊട്ടേഷനാണെന്ന് മനസ്സിലായിട്ടുള്ളത്. അതാണ് പറയാൻ കാരണം. ഇതിങ്ങനെ കയറ്റി ചെയ്യാണ്ട് കേട്ടോ റൊട്ടേറ്റ് ചെയ്ത് അതിൽ വയ്ക്കുക. ഈ ഒരു ഭാഗം ഉണ്ടോ, ഈ ഭാഗം ഇതിനകത്ത് കഴിക്കുക. അതുപോലെ ഇവിടെ ഒരു ബോൾട്ട് ഇങ്ങനെ ഇട്ടാണ്. അങ്ങനെ അതിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടോ. ഇത് സെറ്റ് ചെയ്തിട്ടോ. അതിവിടെ പിന്നെ റിങ്സും കാര്യങ്ങളൊക്കെ ഇടാണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഫിറ്റ് ചെയ്ത് വെച്ചാണ്. ഇത് റീസെറ്റ് ചെയ്യേണ്ടതുകൊണ്ട്. അതുപോലെ ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത്. ഇതിങ്ങനെ വരിക. ഈ ഒരു ആകൃതിയിൽ വരിക. ഇങ്ങനെ കണക്ട് ചെയ്യുക. അതുപോലെ എയർ ഫിൽറ്റർ ഇവിടുന്ന് കണക്ഷൻ അടിയിൽ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇത് നേരെ ഡീസൽ ഫിൽറ്ററിൻ്റെ അടിയിൽ കൂടെ ഈ ഭാഗം വന്നിട്ട് നേരെ ഇതിൽ കയറിയിരിക്കും. ഇങ്ങനെ കയറിയിരിക്കും. ഇതിന് അടിയിൽ കൂടെ വന്നിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം റോട്ടിൽ സെൻസർ ഉണ്ട്. അത് ഇവിടെ വരും. റോട്ടിൽ സെൻസർ ഇതൊരു ഇവിടുന്ന് ഇങ്ങനെയാണ് കണക്ഷൻ വരിക. ഈ കണക്ഷൻ എത്തി നോക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കട്ടെ. ഇതിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ പൊട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യാണ്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യുള്ളൂ. അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എയർ ഫിൽറ്ററും കാര്യങ്ങളും ഇങ്ങനെയാണ് ഉള്ളിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോർഡ് ഫിഗോൻ്റെ വാൾ കവർ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. Goodbye.